സോ നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പറയുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ സംശയം വരുന്ന മറ്റൊരു കാര്യമാണ് എപ്പോഴാണ്, ഭൂരിഭാഗം പേർക്ക് അറിയാൻ സാധ്യതയുണ്ട്, പക്ഷേ കുറച്ച് പേരെങ്കിലും ഇത് അന്വേഷിക്കുന്നുണ്ടാകും, എപ്പോഴാണ് നമ്മുടെ 2025 വിളിച്ചിട്ടുള്ള കേരള പോലീസിൻ്റെ CPO അതുപോലെ WCPOൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഡേറ്റ് നമുക്ക് ആദ്യം നോക്കാം, അതിനുശേഷം പുതുതായിട്ട് വേണ്ടിയുള്ള ലിസ്റ്റിലേക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ 563/2025. അതിൻ്റെ കേരള PSC പോലീസ് കോൺസ്റ്റബിൾ ആണ് കേട്ടോ. CPO പോസ്റ്റാണ്, ആർമഡ് ബറ്റാലിയൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. കേരള പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതിൻ്റെ പരീക്ഷ നടക്കുന്നത് ജൂൺ ഓഗസ്റ്റ് 2026 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ജൂൺ മുതൽ ഓഗസ്റ്റിൻ്റെ ഇടയിൽ ഏത് സമയം വേണ്ടിയെങ്കിലും നമുക്ക് ഈ പരീക്ഷ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ മാസങ്ങൾക്കിടയിലായിരിക്കും നമുക്ക് പരീക്ഷ നടക്കുന്നത്. അത് WCPOൻ്റെ ആയാലും അതുപോലെ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വുമൺ പോലീസ് കോൺസ്റ്റബിൾ WCPO വുമൺ ബറ്റാലിയൻ, അതിൻ്റെ നടക്കുന്നത് ജൂൺ ടു ഓഗസ്റ്റ് ആണ്. അതായത് കേരള പോലീസിൻ്റെ എല്ലാം നിങ്ങളിവിടെ ഡേറ്റ് നോക്കി, ഇതൊക്കെ കേരള പോലീസിൻ്റെ എക്സാം ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം ജൂൺ ടു ഓഗസ്റ്റ് ആണ് നടക്കുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ മാസങ്ങളുടെ ഇടയിലായിരിക്കും. ഒരു ദിവസമായിരിക്കും പരീക്ഷ നടക്കുക. ഇതിൽ ഡ്രൈവറിൻ്റെയൊക്കെ മാറ്റി നടക്കാനുള്ള സാധ്യതയുള്ളൂ. ബാക്കിയെല്ലാം ഒരേ ദിവസങ്ങളിലായിരിക്കും. അതായത് സെയിം സിലബസ് ആണ് ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഒറ്റ ദിവസത്തായിരിക്കും പരീക്ഷ നടക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ കാണാൻ സാധിക്കും ജൂൺ ഓഗസ്റ്റിലാണ് മെയിനായിട്ട് പോലീസിൻ്റെ എല്ലാ പരീക്ഷകളും പറഞ്ഞിട്ടുള്ളത്. അത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും അതുപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, അതായത് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റിയ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും എല്ലാത്തിൻ്റെ ടൈം അത് തന്നെയാണ്. ഇത് നമ്മൾ മുമ്പ് ചെയ്തതാണ്. 2026 നടക്കുന്ന എക്സാമിനേഷൻ്റെ കലണ്ടറാണ്, PSC പുറത്തുവിട്ട കലണ്ടറാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുൻപ്. ജാനുവരിയിൽ ഏതൊക്കെ പരീക്ഷ നടക്കുന്നുണ്ട്, അതുപോലെ ഫെബ്രുവരിയിൽ ഏതൊക്കെ നടക്കും, മാർച്ചിൽ ഏതൊക്കെ നടക്കും, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ മുമ്പ് ചെയ്ത ഒരിതും കൂടിയാണ്, വീഡിയോയും കൂടിയാണ്. അത് എന്തായാലും ഇതിൻ്റെ PDF നിങ്ങൾക്ക് ആവശ്യമാണ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ ഈ PDF ഇട്ടിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ടെലിഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ CPO അതുപോലെ തന്നെ WCPO ഇതിന് രണ്ടിനും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള, CPO ആവട്ടെ WCPO ആവട്ടെ, രണ്ടിനും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ, സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണ് കേട്ടോ. അതിൻ്റെ PDF മെറ്റീരിയൽ ലഭ്യമാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള PDF നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. സോ ഇതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 484/2024 ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. SC STക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ള സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണിത്. പോലീസ് കോൺസ്റ്റബിൾ ആണ്, ആർമഡ് ബറ്റാലിയൻ SAPയിലേക്ക് വിളിച്ചിട്ടുള്ള സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 31,100 മുതൽ 66,800 വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. സോ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സാമിനേഷൻ നടന്നിട്ടുള്ള ഡേറ്റ്, ഫിസിക്കൽ നടന്നിട്ടുള്ള ഡേറ്റ്, ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് 4/3/2026 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിരവധി പേര് തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആകെ മൊത്തം വന്നിട്ടുള്ളത് 93 ഉദ്യോഗാർത്ഥികളാണ്. സപ്ലിമെൻ്ററിയിൽ 17, മെയിൻ ലിസ്റ്റിൽ 76 ഉദ്യോഗാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. ഓൾസോ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട്.